ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ഒരുപാട് സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു ദേവാലയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ പള്ളി പൊളിച്ച് പണിയാൻ പോവാണ്. അപ്പോൾ പള്ളി പൊളിച്ച് പണിയുന്നതിന് മുൻപ് ഇവിടെ മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടൊരു കുർബാന, അതുപോലെ ഒരു ശ്രാദ്ധയൂട്ട്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ ശ്രാദ്ധയൂട്ടിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പരിപാടിക്ക് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ദേവാലയം തന്നെ ആവണമെന്നില്ല, അമ്പലമായാലും ഒക്കെ അവനെ പ്രാർത്ഥിച്ച് വളർന്നിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വരാമെന്ന് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ എൻ്റെ അപ്പച്ചൻ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. എൻ്റെ അപ്പച്ചൻ വളരെ ചെറുതിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂത്തായ സമയത്ത് തന്നെ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ ഇവിടെ സെമിത്തേരിലൊക്കെ ഞങ്ങൾ ആദ്യം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സെമിത്തേരിയിലോട്ട് വന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം എൻ്റെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഇവിടെ ഞാൻ പങ്കുവെച്ചിട്ടുള്ളതാണ്. അവരെയൊക്കെ ഒരുപാട് കറിഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഭക്ഷണത്തിന് നമ്മളിതാ പ്ലേറ്റൊക്കെ എടുത്തു. ചോറ്, മാങ്ങാക്കറി, പിന്നെ ബീഫും കായും, പിന്നെ ക്യാബേജ്, ഒരു അച്ചാറ്. അതാണ് ഇവിടുത്തെ ശ്രാദ്ധയൂട്ടിൻ്റെ വിഭവങ്ങൾ. അതൊക്കെയാണ്. അപ്പോൾ നമ്മളിതൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ. അപ്പോൾ അവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.